വാക്യങ്ങൾ 28 അധ്യായം 4 അധ്യായം 28 മുതൽ 30 എന്ന് വായിക്കും. പള്ളിയുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരെ എഴുന്നേറ്റു. അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തലയുടെ ഭാവിച്ചു. അവനോ അവരുടെ ഇടയിൽ കൂടി കടന്നുപോയി. സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 4 അധ്യായത്തിൽ നമ്മൾ യേശു കർത്താവിനെ നസറത്തിലുള്ള ഒരു കൂട്ടം യഹൂദന്മാർ യേശു കർത്താവിനോട് ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിനൊരു പശ്ചാത്തലം നമുക്കറിയാം. യേശു കർത്താവ് നസറത്തിലുള്ള താൻ ഇവിടെ നിന്ന് വന്നു. ആ നസറത്തിൽ വന്ന ശേഷം അവിടെയുള്ള പള്ളിയിൽ ചെന്ന് താൻ പുസ്തകമെടുത്ത് തന്റെ ശുശ്രൂഷയെക്കുറിച്ച് പ്രാരംഭമായി കുറച്ച് വാക്കുകൾ പറഞ്ഞ ശേഷം അവർക്ക് ആദ്യം മനസ്സിലായില്ല. അതിനെക്കുറിച്ച് പറഞ്ഞ ശേഷം തുടർച്ച താഴേക്ക് അദ്ദേഹം വായിച്ചിട്ട് പുസ്തകം മാറ്റി വെച്ച് തന്നെക്കുറിച്ച് തന്റെ ശുശ്രൂഷയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉപദേശങ്ങൾ കൊടുത്ത ശേഷം പിന്നീട് യഥാർത്ഥമായി താൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നുള്ള ഒരു ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. സ്തോത്രം. നമുക്ക് പശ്ചാത്തലം അറിയാം. യേശു കർത്താവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ ദൈവം അയച്ചിരിക്കും എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞപ്പോൾ ഈ ആദ്യഘട്ടങ്ങളിൽ ഈ യഹൂദന്മാർ കേട്ട ശേഷം അവർക്കെല്ലാം വളരെ സന്തോഷമുണ്ടായി. കണ്ടു ലാവണ്യ വാക്കുകൾ ഇവന്റെ വായിൽ നിന്ന് വരുന്നു. അദ്ദേഹത്തിന്റെ നമുക്ക് യേശു കർത്താവ് സംസാരവും അധികാരത്തോടുകൂടിയൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ കേട്ട യഹൂദന്മാർ ആ ലാവണ്യ വാക്കുകൾ നിമിത്തം ആനന്ദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലാവണ്യ വാക്കുകളുടെ സ്ഥാനത്ത് സത്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ യൂതന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം അതോട് പറയുക, എന്റെ പോയിന്റ് ഇതല്ല, ഞാൻ പറഞ്ഞ വേറൊരു കാര്യത്തിലൊക്കെ വരുന്നത്. സ്തോത്രം. പരമമായി പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ യേശു കർത്താവ് പറഞ്ഞ കാര്യം അതൊക്കെയായിരുന്നു. സ്തോത്രം. അതായത് സാരേഫാത്തിലെ വിധവയെടുത്ത് മാത്രമാണ് ഏലിയാവിനെ ദൈവം അയച്ചത് എന്നൊരു വാക്ക് യേശു കർത്താവ് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, സിറിയക്കാരനായ നയമാനല്ലാതെ മറ്റു കുഷ്ഠരോഗിയും എലിശ പ്രവാചകൻ സൗഖ്യമാക്കിയില്ല. ഒരുപാട് കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ നയമാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ മാത്രമേ യേശു സൗഖ്യമാക്കിയുള്ളൂ. അതായത് ഈ സാരാഫാത്തിലല്ല ഒരുപാട് വിധവമാർ ഇസ്രായേൽ ഉണ്ടായിരുന്നു. പക്ഷെ സാരഫാത്തിലേക്ക് മാത്രമാണ് ഏലിയാവിനെ ദൈവം അയച്ചത്. രണ്ട് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് യഹൂദന്മാരുടെ അഭിമാനത്തിൽ ഭയങ്കര ക്ഷതമേറ്റു. സ്തോത്രം. അത്രയും നേരം ലാവണ്യ വാക്കുകൾ എന്ന് പറഞ്ഞിരുന്ന യഹൂദന്മാർ ഈ രണ്ട് സത്യങ്ങൾ കേട്ടപ്പോൾ അവിടെ അഭിമാനത്തിന് ക്ഷതമേറ്റു. എന്റെ കുറച്ച് ചോദ്യങ്ങളായിരുന്നു. ഞാനിപ്പോ ഈ ലൂക്കോസിനെ സൂക്ഷിച്ചുമായി ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പലപ്പോഴും അർത്ഥം മനസ്സിലായിട്ടില്ല. ഇന്നലെ വായിക്കുമ്പോൾ എനിക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവുന്നത് എന്താ യഹൂദന്മാരെ ദേഷ്യപ്പെടാനുള്ള കാര്യം. രണ്ട് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. അത്രയും നേരം ലാവണ്യ വാക്കുകൾ എന്ന് പറഞ്ഞ അദ്ദേഹം യേശു കർത്താവിനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ഈ യഹൂദന്മാർ രണ്ട് വാക്ക് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യപ്പെടാനിടയായി. അവർക്ക് ഭയങ്കര ദേഷ്യമുണ്ടായി. അതിന് കാരണം ഇവിടെ അഭിമാനത്തിന് ഭയങ്കര ക്ഷതമേറ്റു. അതായത് തങ്ങളുടെ ദൈവമെന്ന് അഹങ്കരിച്ചിരുന്ന, തങ്ങളുടെ മാത്രം ദൈവമെന്ന് തങ്ങളെക്കുറിച്ച് മാത്രം ഭയങ്കരമായി ബോസ്റ്റ് ചെയ്തിരുന്ന ഒരു ജനവിഭാഗത്തിനോട് യേശു കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ വന്നിരിക്കുന്നത് പറയാതെ പറയുക, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലുള്ള സകല ജാതികൾക്കും വേണ്ടിയാണ്. സ്തോത്രം. അതായത് ഉദാഹരണം പറയുമ്പോൾ അവരെ ഒത്തിരി ഒടിപ്പിച്ചു. ഈ യഹൂദന്മാർക്ക് ജാതികളോട് ഭയങ്കര ദേഷ്യമാണ്. ഇപ്പോഴും കുറെ ആൾക്കാർ അങ്ങനെയുണ്ട്. യഹൂദന്മാരിൽ തന്നെ ഭയങ്കര ദേഷ്യമാണ് അവർക്ക്. ജാതികൾ എന്ന് പറഞ്ഞാൽ അവർ അശുദ്ധരെന്നാ പറഞ്ഞത്. ജാതികൾ എന്നാ പ്രത്യേകം പേരിട്ടാ വിളിക്കുന്നത്. ഈ ജാതികളായ മനുഷ്യരോട്, അതായത് സറേഫാത്തിലെ വിധവ ജാതീയ സ്ത്രീയാണ്, അവർ സീദോനിലുള്ള വ്യക്തിയാണ്. അതായത് പിന്നെ നയമൻ, അദ്ദേഹം സിറിയക്കാരനാണ്. രണ്ടുപേരും ജൂതരല്ല. ഈ ജൂതരല്ലാത്ത വ്യക്തികളോട് അവരിലേക്ക് പ്രവാചകന്മാരെ അയച്ചു എന്ന് പറഞ്ഞ ആ വാക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അവർ അവമാനത്തിന് ക്ഷതമേറ്റു. ഇത് കേട്ടപ്പോഴാണ് ഇവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. യേശു അതുവരെ ലാവണ്യമൊക്കെ പറഞ്ഞവൻ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അഭിമാനത്തെ ക്ഷതമേറ്റ് ചാടി എന്നൊക്കെ ചെയ്യുന്നു. യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പട്ടണത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നോക്കി, ഈ നന്മ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. അതായത് ചേർക്കിച്ച് വരുന്ന ചില നന്മകളെ പലപ്പോഴും നമുക്ക് നമ്മളാണെന്നല്ലേ പറയാം, ചില നന്മകൾ ചിലർക്ക് സംഭവിക്കുമ്പോൾ ചില അസൂയ ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക്. ഒരാൾക്ക് നന്മ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ചെറിയ ഈ യഹൂദന്മാർക്ക് അല്ലെങ്കിൽ യഹൂദേതർക്ക് നന്മ ഉണ്ടാകുന്ന കേട്ടപ്പോൾ യഹൂദന്മാർക്ക് ഭയങ്കര അസൂയുണ്ടായി. തങ്ങൾ മാത്രം സ്വന്തമാക്കി അനുഭവിക്കേണ്ട ചില കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വാർത്ത അവർക്ക് അങ്ങോട്ട് സന്തോഷം കിട്ടിയില്ല. തങ്ങളുടെ ദൈവം ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വാർത്ത സന്തോഷം കിട്ടിയില്ല. അതുകൊണ്ട് നന്മ ഉണ്ടാകുമ്പോൾ, നമുക്ക് കിട്ടുന്ന നന്മ അല്ലെങ്കിൽ ഒരാൾക്ക് നന്മ ഉണ്ടാകുമ്പോൾ നമ്മളതിൽ വിഷമിക്കേണ്ട. കാരണം ദൈവത്തിന്റെ വ്യവസ്ഥ നമുക്ക് അറിയില്ല. ഒരാൾക്ക് നന്മ ഉണ്ടാകുമ്പോൾ ദൈവം അത് എങ്ങനെ കൊടുക്കുന്നുള്ളൂ ദൈവത്തിന്റെ മാത്രം ഡിസ്ക്രിപ്ഷനാണ്. നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്കും ആഗ്രഹമുണ്ട്, എനിക്കത് വേണം കർത്താവേ, അദ്ദേഹത്തെ പോലെ എനിക്ക് സൂക്ഷിക്കണം, അദ്ദേഹത്തെ പോലെ എനിക്കും ജീവിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാകാം, തെറ്റൊന്നുമില്ല. പക്ഷെ
ദൈവം ഒരാൾക്കൊരു നന്മ കൊടുക്കുമ്പോൾ നമ്മളതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മളതിൽ സന്തോഷിക്കുക. ആ, എന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ആ വ്യക്തി കിട്ടിയ പോലെ അല്ലെങ്കിൽ മറ്റൊന്നാണ് നമ്മളിലേക്ക് വരുമെന്നുള്ള ദൈവത്തിന്റെ നീതിയാണ്. സ്തോത്രം. അതുകൊണ്ട് ദിവസങ്ങളിൽ ആ നന്മയെ നമ്മൾ കാണുക. അത് കിട്ടിയ വ്യക്തികളെയല്ല, ആ നന്മ എങ്ങനെ കിട്ടി എന്നുള്ളതല്ല, ആ നന്മ കിട്ടുമ്പോൾ നമുക്കും അത് ഉണ്ടാകുമെന്നുള്ള ആ സന്തോഷ പ്രത്യാശ ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതേ ഉള്ളൂ, എന്റെ പോയിന്റ് അതല്ല. ഓക്കെ, ഇത് കേട്ടപ്പോൾ ദേഷ്യപ്പെട്ടവർ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി ആ പട്ടണത്തിന്റെ അടുക്കലോളം എത്തി തല്ലിടാൻ ഭാവിച്ചു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ആ ഒരു വാക്കതാണ്, അവനോ അവർ നടുവിൽ കൂടി കടന്നുപോയി. ഇത് പലവട്ടം ഞാനിത് ഈ സുവിശേഷങ്ങളിൽ വായിച്ചിട്ടുണ്ട്. യേശുവിനെ കല്ലെടുത്ത് എറിയാൻ ഭാവിച്ചപ്പോൾ കല്ലെറ് കൊള്ളാതെ യേശു കർത്താവ് കടന്നുപോയി. യേശുവിനെ കൊല്ലാൻ ഭാവിച്ചപ്പോൾ യേശു കർത്താവ് ഒരു നടുവിൽ കൂടി കടന്നുപോയി. ഇങ്ങനെ പലതവണ ഞാൻ ഇത് വായിച്ചിട്ടുണ്ട് സുവിശേഷങ്ങളിൽ. നോക്കി അവിടെ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്തോത്രം. ഇത്രയേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ ഒരു സമയമാകാതെ ദൈവത്തിന്റെ ഒരു സമയമാകാതെ ദൈവം അനുവദിക്കാതെ ആരെന്ത് നമുക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിച്ചാലും അത് നടക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവിനെ അവർ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിന്റെ സമയമാകാഞ്ഞത് കൊണ്ട് അവരുടെ മധ്യ കിട്ടിയപ്പോൾ അവരുടെ അടുവിൽ കിട്ടാണ്, യേശുവിനെ അവരുടെ അടുവിൽ കിട്ടിയതാണ്. അവർക്ക് എന്തും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സമയമാകാത്തത് കൊണ്ട്, ദൈവം അനുവദിക്കാത്തത് കൊണ്ട് യേശു കർത്താവിനെ ഒന്നും കഴിഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതായത് ഒരു മുടി പോലും പറിക്കാതെ അതിന് അവർ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ പറഞ്ഞ യുദ്ധങ്ങളുടെ സ്തുതി കേൾക്കുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് മനുഷ്യന് ഭയമുള്ളത് ഞാൻ പറയുന്നത്. കാരണം ദൈവം അനുവദിക്കാതെ ലോകത്ത് എന്ത് സംഭവിച്ചാലും, ലോകത്ത് എന്തൊക്കെ നടന്നു, ആരൊക്കെ എന്തൊക്കെ കോപ്പ് കൂട്ടിയാലും, എന്തൊക്കെ യുദ്ധഭീഷണി മുഴക്കിയാലും, എന്തൊക്കെ സംഭവിച്ചാലും, ദൈവം അറിയാതെ, ദൈവത്തിന്റെ സമയമാകാതെ, ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. അതായത് ദൈവത്തിന്റെ വഴികൾ നടക്കുന്ന യേശു കർത്താവ് ദൈവത്തിന്റെ അഭിഷിക്തനാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വന്നവനാണ്. ദൈവം അനുവദിക്കാതെ ദൈവത്തിന്റെ വഴികൾ നടക്കുന്ന ഒരു ദൈവകുഞ്ഞിനെ ദൈവം അനുവദിക്കാതെ ദൈവത്തിന്റെ സമയത്തല്ലാതെ ഒരു ശക്തികൾക്കും തൊടാൻ കഴിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. യോസഫിനെ കുറിച്ച് പറയുമ്പോൾ, യോസഫ് ദൈവത്തിന്റെ വഴികൾ നടന്ന വ്യക്തിയായിരുന്നു. അവനെ കൊല്ലുവാൻ വേണ്ടി സഹോദരന്മാർ കോപ്പ് കൂട്ടിയപ്പോൾ അവിടെ ദൈവത്തിന്റെ സമയമാകാഞ്ഞത് കൊണ്ട് അവനെ കൊല്ലുവാൻ അവർ കഴിഞ്ഞില്ല. പൊട്ടക്കണ്ടിയിടുന്നുള്ളത് ശരിയാ. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. യേശു കർത്താവിനെ അവർ പിടിച്ചുകൊണ്ടുപോയി ഒരുപക്ഷെ അടിച്ചിട്ടുണ്ടാകാം. യേശുവിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി തള്ളിവിടാൻ ശ്രമിച്ചു. പക്ഷെ തള്ളിവിടാൻ കഴിഞ്ഞില്ല. അവർ മധ്യേ കൂടി യേശു കർത്താവ് കൂളായി നടന്നുപോയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടും എന്ത് സംഭവിച്ചാലും, പലപ്പോഴും നമ്മൾ ഭയമുണ്ടായാലും, നാളെ എന്ത് സംഭവിക്കും കർത്താവ് എന്നുള്ള ആദ്യം ഉണ്ടായാലും, ദൈവം അനുവദിക്കാതെ, ദൈവത്തിന്റെ സമയമാകാതെ ഒന്നും നമ്മളെ തൊടാൻ സാധ്യമല്ല ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു വിശ്വാസം നമുക്ക് ആയിരിക്കാം. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. നമുക്കറിയാം, യേശു കർത്താവ് തന്റെ ഗത്സമന തോട്ടത്തിൽ യേശു കർത്താവിനെ പിടിക്കാനായി മഹാപുരന്മാരുടെ ആൾക്കാർ വന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ പിതാവിനോട് ചോദിച്ചാൽ എനിക്ക് 12 ലഗ്യോനിൽ പരം ദൂതന്മാർ ഇപ്പോൾ അയച്ചരികില്ല എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമുക്കും ഇത് ബാധകമാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാകും, പുത്രന്മാരും പുത്രിമാരും ആയതുകൊണ്ട് നമുക്കും സംരക്ഷണം ഒരുക്കുവാൻ ദൈവം ഇത് എപ്പോഴും തരാൻ റെഡിയാണ്. ഒറ്റ കണ്ടീഷനുള്ള ദൈവത്തിന്റെ വഴികളിൽ നടക്കുക, ദൈവത്തിന് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക. അങ്ങനെ കണ്ടീഷൻ മാത്രമേ ദൈവം വെക്കുന്നുള്ളൂ. ഇങ്ങനെയുണ്ടെങ്കിൽ ദൈവത്തിന്റെ സമയത്തല്ലാതെ ഒന്നും നമ്മളെ തൊടാൻ സാധ്യമല്ല. ഒരാൾക്കും നമ്മളെ തകർക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ സമയത്ത് ദൈവം എന്ത് വെച്ചിരിക്കുന്നു അത് മാത്രമേ നമ്മൾ സംഭവിക്കുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ ആ ഒരു പ്രത്യാശയോടെ, ആ ഒരു ബോധ്യത്തോടെ, ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. എന്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല, എന്റെ സമ്പത്തിന് സംഭവിക്കുകയില്ല, എന്റെ ആരോഗ്യത്തിനൊന്നും സംഭവിക്കുകയില്ല. നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നുണ്ടാകാം. എന്റെ കർത്താവ് അറിയാതെ, ദൈവം അനുവദിക്കാതെ എന്റെ ആരോഗ്യത്തിനൊന്നും സംഭവിക്കില്ല, എന്റെ സമ്പത്തിനൊന്നും സംഭവിക്കില്ല, എന്റെ മിനിസ്ട്രിക്കൊന്നും സംഭവിക്കില്ല, എന്റെ കുടുംബത്തിലുള്ള ഒരാൾക്കും ഒന്നും സംഭവിക്കുകയില്ല. ആ ദൈവത്തിന്റെ സമ്മതമില്ലാതെ എന്നെ ആർക്കും തൊടാൻ സാധ്യമല്ല. ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു പ്രത്യാശയോടെ നമുക്ക് ദിവസങ്ങൾ മുന്നേറാൻ നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ സർവശക്തനായ കർത്താവിനെയാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ സിമ്പിൾ ആയിരിക്കും, പക്ഷെ അതിന്റെ ആ ഒരു അതിന് പിന്നിലുള്ള ആ ഒരു അർത്ഥം, അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയുക, ഈ ഒരു നമ്മൾ ഇതിനെ ഈ ഒരു എന്താ പറയുക സന്ദേശം എന്ന് പറഞ്ഞാൽ വളരെ വലിയതാണ്. വാക്കുകൾ സിമ്പിൾ ആയിരിക്കും, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുമ്പോൾ, അതിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇഫക്റ്റ് വളരെ വലുതാണ്. ദിവസങ്ങളിൽ ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു പ്രത്യാശയോടെ, നാളെക്കുറിച്ചുള്ള ഒരു ആ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടാതെ, എന്റെ കുഞ്ഞിനിങ്ങനെയായി മാറുമോ, അല്ലെങ്കിൽ എന്റെ സമ്പത്ത് ഇങ്ങനെ പോകുമോ, അല്ലെങ്കിൽ എന്റെ ആ സുഖം ഇങ്ങനെ മാറുമോ എന്നുള്ള ചിന്തകളില്ലാതെ ദൈവം നമ്മളെ കുറിച്ച് കരുതുന്ന
ആ കരുതൽ അങ്ങനെ തന്നെ സംഭവിക്കുന്ന പ്രത്യാശയോടെ വിശ്വാസം നമുക്ക് ആയിരിക്കാം. ഇത് നമ്മളെ വാക്കുകൾ സഹായിക്കുമാറാകട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയപിതാവെ, ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ, അതിനെക്കൊണ്ട് കരുവുന്ന എല്ലാ കരുതലാണ് നീ പറയുന്നു. യേശു കർത്താവിനെ അവർ കർത്താവെ തള്ളിടാൻ കൊണ്ടുപോയപ്പോൾ യേശു കർത്താവ് നള്ളിക്കൂടി കടന്നുപോയി പ്രിയ കടന്നുപോയത് പോലെ കർത്താവ് ഞങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്ന വിശ്വാസം ദിവസങ്ങളായി പന്തക്കൊണ്ട് ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തുതിക്കുന്ന പിതാവെ, അങ്ങയുടെ സ്നേഹത്തിനായി കരുണയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളെ നാൾതോറും ഏത് പ്രയാസത്തിനും ഞങ്ങളെ നാൾതോറും ക്ഷമത്തിൽ നടത്തുന്ന ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്ന പിതാവ്, എല്ലാ ഞങ്ങളുടെ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി മാറട്ടെ. അങ്ങ് മുഖത്തേക്ക് നോക്കുന്ന പിതാവ്, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സ്തോത്രം.